തുടങ്ങാം. സ്വരാജ് വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. നോ. യൂറോപ്പ്? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യെസ്. ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ ആ സ്ഥലം? ചോദിക്കണം. ഇത് രാജ്യത്തിന്റെ പേരോ ഒരു സിറ്റിയുടെ പേരോ ആണ്? ആ പ്ലേസ് ഒരു രാജ്യമോ നഗരമോ ആണോ? ഇസ് എ സിറ്റി, ലൈക്ക് എ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന പോലെ? അല്ല. USA-യിലാണോ ആ സ്ഥലം? അർജന്റീന, ബ്രസീൽ, ക്യൂബ, ചിലി, കൊളംബിയ ഈ രാജ്യങ്ങളിൽ ഒന്നിലാണോ ആ സ്ഥലം? അർജന്റീനയിലാണ്? നോ. ബ്രസീലിലാണ്? നോ. ക്യൂബയിലാണ്? യെസ്. ലോക പ്രശസ്തനായ ഒരു വ്യക്തി ജനിച്ചതാണോ ആ സ്ഥലത്തിന്റെ പ്രത്യേകത? നോ. നോ. ഏതെങ്കിലും പ്രശസ്ത വ്യക്തിയുമായി ബന്ധപ്പെട്ടാണോ ആ സ്ഥലം പ്രസക്തമായത്? നോ. നോ. വ്യവസായം, വ്യാപാരം, രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ ആ സ്ഥലത്തിന്റെ പ്രത്യേകതകൾക്ക് കാരണം? രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് പ്രത്യേകത നേടിയ ഒരു സ്ഥലം? യെസ്. യെസ്. ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിനോ ഒരു സമരത്തിനോ ഒരു രക്തസാക്ഷിത്വത്തിനോ കാരണമായ സ്ഥലം? യെസ്. ആ സ്ഥലം മലനിരകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണോ? നോ. നോ. അല്ല. അതൊരു ഗ്രാമപ്രദേശമാണോ? ലോകപ്രശസ്തനായ ഒരു വിപ്ലവ കവി, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു വിപ്ലവ കവിത ഈ സ്ഥലത്തെക്കുറിച്ച് എഴുതിയതാണോ? ഇല്ല. 1950 ശേഷം നടന്ന ഒരു സംഭവമല്ലേ ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയ്ക്ക് അല്ലെങ്കിൽ പ്രാധാന്യത്തിന് കാരണം? അത് 1980 ശേഷം നടന്നതാണോ? അല്ല. അത് ഏകാധിപത്യത്തിന്റെ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രവണതകൾക്കെതിരെയുള്ള അതിശക്തമായ ഒരു പോരാട്ടമായിരുന്നില്ലേ ഈ സ്ഥലത്ത് പ്രസക്തമാക്കിയ സംഭവം? ഒരു വ്യക്തിയുമായി ബന്ധമുണ്ടോ ഈ സ്ഥലത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അത് സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമല്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ അതൊരു നല്ല സംഭവമാണ്. യെസ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ എല്ലാ കാലത്തും വിദ്യാർത്ഥി വർഗവും യുവജന വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കമ്പം സ്വരാജിന് തോന്നാറുണ്ടല്ലേ? But I think they have no connection. എന്താ? അല്ല, ഇതല്ല ഞാൻ ചോദിച്ചത്. പൊതുവെ 1970 ശേഷം ഉണ്ടായതാണോ ആ പൊളിറ്റിക്കൽ റീസൺ? നോ. അല്ല. യൂണിഫോമുമായി ബന്ധമുണ്ടായിരുന്നു ആ സംഭവത്തിന്? യെസ്. പക്ഷെ ഞാൻ ചോദിച്ചത് ഒരേ വേഷം ധരിച്ച ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു ആ സംഭവത്തിന് എന്നാണ്. യെസ്. ഒരേ വേഷം ധരിക്കുന്നത് പൊതുവെ സൈന്യമൊക്കെയാണല്ലേ? ഡെഫിനറ്റ്ലി. അല്ല, ഈ പട്ടാളക്കാരൊക്കെ അല്ലേ ഒരേ വേഷം ധരിക്കുന്നത്? അങ്ങനെ ആവണമെന്നില്ല. സ്വരാജ്, കൺഗ്രാറ്റുലേഷൻ. ഈ ഡീകൂപ്പും അട്ടിമറികളും ഭ്രഷ്ടരാക്കാനുള്ള നീക്കങ്ങളും ലോകത്തിൽ എല്ലാ കാലത്തും എല്ലായിടത്തും നടത്തി. സ്വരാജ്, താങ്കൾ വിജയിച്ചിരിക്കുന്നു. താങ്കൾ വിചാരിച്ച സ്ഥലം ഏതാണ്? ബേ ഓഫ് പിഗ്സ്. എന്തുകൊണ്ടാണ് ആ സ്ഥലം വിചാരിച്ചത്? ക്യൂബൻ റവല്യൂഷന് ശേഷം അമേരിക്കൻ CIA ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പിനെ ഉപയോഗിച്ച് ക്യൂബയെ അട്ടിമറിക്കാൻ നീക്കമായി. അധികാരത്തിൽ നിന്ന് ക്യൂബയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഗമന ഭരണത്തിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി അമേരിക്കൻ ചാരസംഘടനകൾ, സാമ്രാജ്യത്വ ശക്തിയുടെ ചാരസംഘടന നടത്തി അത് പരാജയപ്പെടുത്താൻ ഏറ്റവും വലിയ ശ്രമമാണ് അത് പരാജയപ്പെട്ടത് വിശുദ്ധമായ ഒരു ചിന്തയ്ക്കും ഒരു പോരാട്ടത്തിനും തകർക്കാൻ കഴിയുന്നത് ഏത് സാമ്രാജ്യത്തിനെയുമാണ് എന്ന വിശകലനം കൊണ്ട് തന്നെയാണ് അല്ലേ? അത് തന്നെയല്ലേ വിയറ്റ്നാമിലും സംഭവിച്ചത്? പേൾ ഹാർബർ. സ്വരാജ്, കൺഗ്രാറ്റുലേഷൻ.